ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ആ ഒരു പെണ്ണിൻ്റെ ജഡം കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ നന്ദു ഭയങ്കര ചങ്കിടിപ്പോട് കൂടി തന്നെയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ബോഡി ഇങ്ങനെ പുതച്ചു മൂടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദുവിനാകെ പേടി, എൻ്റെ ദൈവമേ ചേച്ചി ആവല്ലേ എന്നുള്ളൊരു പേടിയാണ് മനസ്സിൽ. അങ്ങനെ പോലീസുകാരോട് പറയാണ്, ആ തുണി അങ്ങോട്ട് മാറ്റൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ ആ ഡെഡ് ബോഡി കിടന്നു വെച്ചാൽ ആ തുണി അങ്ങോട്ട് മാറ്റുകയാണ്. പക്ഷേ നന്ദു നോക്കിയതും അത് നവ്യ അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ ആശ്വാസം തോന്നുകയാണ് നമ്മുടെ നന്ദുവിന്. എൻ്റെ ദൈവം, ഒരു നിമിഷത്തേക്ക് എൻ്റെ ചങ്ക് നിന്നുപോയൊരവസ്ഥയിലായിരുന്നു. ചേച്ചിയല്ലല്ലോ, മഹാഭാഗ്യം. പക്ഷെ എന്നാലും ചേച്ചി ഇതെവിടെ പോയി? ഇനി ചേച്ചിയെ കാണാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. ചേച്ചി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ നന്ദു ഭയങ്കരമായിട്ട് ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാളവികയും അതേപോലെ തന്നെ ഡേവിഡും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മാളവിക പറയണ, അതെ സാറേ, ബോംബെയിലേക്ക് ഇനി പോകണോ വേണ്ടേ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. സാർ ഇത്രയ്ക്ക് നല്ലൊരു ഓഫറും തന്ന് പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? എൻ്റെ ഡിസിയിലൊക്കെ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ. ഇനി എൻ്റെ ഭർത്താവിനോട് ഇങ്ങോട്ടൊക്കെ വരാനായിട്ടൊക്കെ പറയണം, കാനഡയിൽ നിന്ന് ഇനി ഇങ്ങോട്ട് വരാനായിട്ട് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അതേതായാലും നന്നായി മാളവിക, നിങ്ങളിവിടെ ഉള്ളത് ഞങ്ങൾക്കൊരു ആശ്വാസം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യ കയറി വരിക. അപ്പോൾ നവ്യ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഈ ഇവരോടിങ്ങനെ സംസാരിക്കുകയാണ്. നവ്യയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ നവ്യയുടെ മുഖത്ത് സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തു പറ്റി നവ്യ? ഭയങ്കര ഡള്ളാണല്ലോ. അപ്പോൾ സാർ എനിക്കൊരു സഹായം ചെയ്തു തരണം സാർ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് കരയുക. അപ്പോൾ നവ്യയുടെ ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡേവിഡ് പേടിച്ചു പോയി. അയ്യോ കരയല്ലേ നവ്യ, എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും തുറന്നു പറയൂ, നമുക്ക് എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ. എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാർ ഒരു പ്രശ്നമുണ്ട് സാർ. എന്ത് പ്രശ്നം? അതായത് ഞങ്ങളുടെ വീട്ടിലെ ചന്തുമോൾ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ആദർശില്ലേ, ആദർശിൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നത്. അത് അയാൾ സമ്മതിക്കുകയും ചെയ്തു. അയാളെ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് സാർ. എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ഈ ആദർശ്. പക്ഷേ എനിക്ക് അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ തിരുത്താനായിട്ട് നോക്കി, പക്ഷെ അതൊന്നും അവൾ കേൾക്കാനായിട്ട് തയ്യാറായില്ല. ഇപ്പോഴേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ, അതായത് അബിയുടെ മകളാണ് ചന്തുമോളെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ട ഡേവിഡ് ആകെ ഞെട്ടിപ്പോവാണ്. ഓഹോ, അത് ശരി, അങ്ങനെയാണോ? അല്ല, ഇതാരാണ് നവ്യയോട് പറഞ്ഞത്? അത് മറ്റാരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അമ്മയാണ് അബിയുടെ കുഞ്ഞാണ് ചന്തുമോള് എന്ന് എന്നോട് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല. അല്ല, ഇനിയിപ്പോൾ തൻ്റെ അമ്മ തന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഇല്ല സാർ, അമ്മ അത് കാര്യമായിട്ട് തന്നെ പറഞ്ഞാണ്. എൻ്റെ മുഖത്ത് നോക്കി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ സാർ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ ശരിക്കും അനുഭവിക്കും, നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റ് നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ എന്നോട് അവിടെയുള്ള മിക്കവരും പറയുന്നുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു ഡൗട്ടും എനിക്കുണ്ടായിരുന്നു. പക്ഷെ തെളിവൊന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ സാർ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകാതിരുന്നത്. ഇപ്പോഴേ ഇങ്ങനൊരു ന്യൂസ് എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുകയാണ് സാർ. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ സാർ, ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. പക്ഷേ സാർ എനിക്ക് ചെയ്തു തരേണ്ടത്, സാറ് വലിയ ആൾക്കാരായിട്ട് നല്ല പിടിപാടുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു DNA നടത്തണം സാർ. അബിയുടെയും ചന്തുമോളുടെയും ഒരു DNA എനിക്ക് നടത്തിയേ മതിയാവുള്ളൂ. സത്യം എന്താണെന്ന് എൻ്റെ മുന്നിൽ എനിക്ക് തെളിയിക്കണം. എന്നിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായിട്ടും നവ്യ ഇങ്ങനൊരു കാര്യം എന്നോട് ആവശ്യപ്പെടുമ്പോൾ എനിക്കത് ചെയ്തു തരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഉറപ്പായിട്ടും ഞാൻ ചെയ്തു തന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. നവ്യ ഇവിടുത്തെ മോഡലാണ്. നവ്യ കാരണം ഞങ്ങൾക്ക് എന്തോരം വരുമാനമാണ് ഉണ്ടായതെന്ന് നവ്യക്കറിയാവോ? അതുകൊണ്ട് അവനില്ലേ അബിയെ ഇവിടുത്തെ മാനേജർ ആക്കാന്നൊക്കെ അല്ലേ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. നവ്യയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നവ്യയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒരിക്കലും ഞങ്ങളുടെ കമ്പനിയിലെ മാനേജറാക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ നവ്യയെ ചതിച്ചുകൊണ്ട് അവന് ഒരു പൊസിഷനിൽ എത്തണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതേ സാർ, അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. അല്ലെങ്കിൽ എന്നെ ചതിച്ചവനെ എന്തിനാണ് നല്ലൊരു ജോലി ഞാൻ കാരണം
അവനൊരു നല്ലൊരു ജോലി കിട്ടണ്ട സാർ. അതെ നവ്യ, അങ്ങനെ തന്നെ വേണമല്ലോ. അങ്ങനെ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നവ്യ, ഞാൻ ഏതായാലും DNA ടെസ്റ്റിന് ഇത് കൊടുക്കാം. നവ്യ ഏതായാലും വീട്ടിൽ പോയിട്ട് അവർ രണ്ടുപേരുടെയും സാമ്പിൾസ് എടുത്തുകൊണ്ട് വാ. അതിനുശേഷം ഞാൻ DNA ടെസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. തീർച്ചയായിട്ടും സാർ, എനിക്കിതറിയാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു പ്രശ്നം വീട്ടിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇപ്പോൾ സമാധാനപരമായിട്ട് പോ, എന്നിട്ട് റിസൾട്ട് വരട്ടെ, അതിനുശേഷം അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. അതെ സാർ, റിസൾട്ട് വരട്ടെ. ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവനാണതിൽ പ്രതിയെങ്കിൽ അവനെ ഞാൻ കൊല്ലും സാർ. ഇത് കേട്ട ഈ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്ന, എടി നവ്യേ, എൻ്റെ നാഗേന്ദ്രൻ സാറിൻ്റെ മകനാണ് ഈ അഭി. അഭിയെ കൊല്ലോ നീ? ആഹാ, എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഏതായാലും സാറെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയണം. അല്ല നവ്യ, നവ്യയുടെ അമ്മയ്ക്ക് നവ്യ ഇഷ്ടമല്ലേ? പിന്നെ എന്തിനാ നവ്യയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? സാറ് പറഞ്ഞാൽ ശരി തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് മറ്റു പെൺമക്കളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നയന എന്ന് പറഞ്ഞ അവളുടെ ഭർത്താവ് ആദർശിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നെയും എൻ്റെ അഭിയെയും ഒന്നും തീരെ ഇഷ്ടമല്ല എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് അമ്മ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയണം. ഇത് വല്ലാത്തൊരു മനസ്സായി പോയല്ലോ എൻ്റെ നവ്യയെ. കൊടും മനസ്സ് തന്നെയാണ്. ഏതായാലും നവ്യ ചെല്ല്, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ ഉടനെ തന്നെ DNA ടെസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തോളാം. നവ്യ ധൈര്യമായിട്ടിരിക്കുക, വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയാണ്. ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ നവ്യ ഇറങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ നയനയുടെയും ആദർശിൻ്റെയും അടുത്തേക്ക് ഓടി വരിക. അപ്പോൾ ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിയായിട്ടൊരു രക്ഷയില്ല. ചേച്ചി പേടിക്കണ്ട. ചേച്ചി എന്തിനിങ്ങനെ പേടിക്കുന്നത്? അത് നവ്യേച്ചിയല്ല, അത് വേറൊരു പെണ്ണായിരുന്നു. പക്ഷേ എന്നാലിപ്പോൾ വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. നവ്യേച്ചി എവിടെ പോയി? ഇനി നവ്യേച്ചിയെ കണ്ടെത്തണ്ടേ? ഇനിയിപ്പോൾ ആ പെണ്ണ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതും കണ്ടെത്തണം. ഇപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. എനിക്ക് നവ്യേച്ചിയെ കണ്ടുപിടിക്കാതെ ഈ ഒരു കേസിന്റെ പിന്നാലെ പോകാനും പറ്റില്ല. ഒരു മനസ്സമാധാനമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചേച്ചി എവിടെ പോയി മോളെ? അതെ, നമുക്കത് അന്വേഷിക്കണം. എന്നാലും അമ്മ ഇത് വല്ലാത്തൊരു പണി തന്നെയാണ് അമ്മ കാണിച്ചത്. ആദർശാണെങ്കിൽ അതെ, നിങ്ങളുടെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. മകൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് കണ്ടില്ലേ എൻ്റെ ആദർശേട്ടാ? അച്ഛനും ഞാനൊക്കെ ഒരുപാട് അമ്മയോട് പറഞ്ഞു നോക്കിയതാ. പക്ഷെ അമ്മ ഇങ്ങനൊരു കാര്യം കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ആദർശേട്ടാ. അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലുള്ളവരൊക്കെ സത്യങ്ങൾ എപ്പോഴേ തുറന്നു പറഞ്ഞാനായിരുന്നു നവ്യയോട്. വല്ലവരും പറഞ്ഞോ? ഇല്ലല്ലോ. ആദർശേട്ടാ, എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടി എന്നെ അറിയിക്കണേ. ഞാൻ ഏതായാലും നവ്യേച്ചി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവാണ്. നയനയാണെങ്കിൽ ഭയങ്കര കരച്ചിലും കരയുകയാണ്. അപ്പോൾ ആദർശമാണെങ്കിൽ നയനയെ ആശ്വാസപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡേവിഡ് ഈ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ കിടന്ന് പൊട്ടിച്ചിരിയാണ്. അവൾ അങ്ങനെ ഒരു ആവശ്യം തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഏതായാലും നന്നായിടോ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർ അന്വേഷിച്ചിരുന്നെങ്കിലോ എല്ലാം കലങ്ങി തെളിഞ്ഞാനായിരുന്നു. അതെ സാറേ, അല്ലെങ്കിലും ആ മണ്ടിപ്പെണ്ണ് എൻ്റെ അടുത്ത് വന്ന് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഏതായാലും അബിയെ കൊല്ലാൻ മാത്രം അവള് വളർന്നോ? അബി ആരുടെ മകനാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പണി പാളും. ആ നവ്യക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവന്തികയാണെങ്കിൽ അതെ, എനിക്ക് ആ പെണ്ണിനെ വലിയ ഇഷ്ടമൊന്നുമല്ല. ആ പെണ്ണ് എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞങ്ങോട്ട് പോകണം. അതാണ് എൻ്റെ താല്പര്യം. അതേ മോളെ, അതിനു വേണ്ടി തന്നെ ഞാൻ ചെയ്തോളാം. പക്ഷേ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് നേടട്ടെ. അതിനുശേഷം നവ്യയെ അഭയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിട്ട് അവൻ ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കണം. ഇതാണ് എൻ്റെ മനസ്സിൽ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. മോള് മറ്റേ നവീനെയും കല്യാണം കഴിക്കണം കേട്ടോ. അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അതൊന്നും ഇല്ല അച്ഛാ.
എനിക്ക് നവീനേട്ടനെ വലിയ ഇഷ്ടമൊക്കെയാണ് എന്നൊക്കെ പറയണം. ആ അങ്ങനെ വേണം, നവീനും കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല, എല്ലാം അടിപൊളിയായിരിക്കും എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് വരിക. അപ്പോൾ അനന്തപുരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ദേവയാനിയും അതേപോലെ തന്നെ ഈ ജയനും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ജയേട്ട ഈ നവ്യ എവിടെ പോയി കിടക്കാണ്, ദൈവമേ എവിടെ പോയി കിടന്നാലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പിടി അവൾ ഒതുങ്ങുമല്ലോ. പിന്നെ അവൾ പഴയതുപോലെ നമ്മളെ സ്നേഹിച്ചൊക്കെ തുടങ്ങുമെന്നേ. പിന്നെ അവൾ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനേ പോകുന്നില്ല. പക്ഷേ അവൾ വന്നാലല്ലേ, അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അവൾ ജീവനോടെ ഇല്ലെങ്കിലോ ചെയ്യേട്ടാ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ജീവനോടെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും എന്താവും എന്നൊക്കെ നമുക്ക് അധികം താമസിയാതെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ നവ്യ കാറി വന്നിറങ്ങിയാണ്. പക്ഷേ നവ്യ കാറി വന്നിറങ്ങുന്നത് നമ്മുടെ ജലജയും അഭിയും കൂടി കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോടാ, ഇത് വലിയൊരു ഇതായി പോയല്ലോടാ, അവള് ചത്തു ഒടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ദേ ജീവനോടെ അവള് വന്നിരിക്കുന്നു. ഏതായാലും നിന്റെ മരണം ഉറപ്പായി എൻ്റെ അഭിയെ എന്ന് പറയണം. അമ്മ ഇങ്ങനെ ഒന്നും പറയില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയാനാ, അവള് സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ, ഇനി നിനക്ക് ചാവ് ഉറപ്പാ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ പറയാണ്. അങ്ങനെ നവ്യ നേരെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ നവ്യ ഇവർ രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്. ദേവയാനിയും ജയനും കൂടി ചോദിക്കണേ, നവ്യേ നീ എങ്ങോട്ട് പോയതാണ്? ഒന്നും മിണ്ടുന്നില്ല. അല്ല ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? ഞങ്ങളെല്ലാവരും കിടന്ന് ഇവിടെ ശരിക്കും വിഷമിച്ചു. എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താ? ഞാനിപ്പോൾ തിരിച്ചു വന്നില്ലേ, കൂടുതൽ ചോദ്യങ്ങളൊന്നും എൻ്റെ മുന്നിലേക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വളരെയേറെ തർക്കുത്തരം പറഞ്ഞാണ് നവ്യ അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇവളുടെ സ്വഭാവം മാറിയിട്ടില്ലെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ജലജയും അഭിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എടാ ഇനി അവളെ സൂക്ഷിക്കണോടാ, എൻ്റെ ദൈവമേ അവള് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ്, നിന്റെ കഴുത്തിന് പിടിച്ചത് തന്നെ. അമ്മേ ഇനി അവള് വല്ല വിഷവും മേടിക്കാൻ വിഷം മേടിക്കാൻ പോയതാണെങ്കിലേ നീയേ പുറത്തുനിന്ന് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, ഇവിടുന്ന് കഴിക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ നവ്യ വരുന്നു, ഒരു നിമിഷം അവിടെ നിൽക്കുന്നു, പിന്നീട് ഒരു അക്ഷരം മിണ്ടാതെ വിട്ടടിച്ച് അങ്ങോട്ട് പോവാണ്. ഇതെന്താടാ അവൾ ഇങ്ങനെ പോകുന്നത്? ദൈവമേ എടാ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, നീ തീർന്നടാ അഭി എന്നൊക്കെ ജലജ പറഞ്ഞ് അഭിയെ പേടിപ്പിക്കുകയാണ്. അഭിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. അപ്പം ദേവയാനി നേരെ നയനയെ വിളിക്കുകയാണ്. നയനയാണെങ്കിൽ പേടിച്ചു പോയത്, അമ്മയാണല്ലോ വിളിക്കുന്നത്, അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പിന്നെ മോള് ടെൻഷൻ അടിക്കണ്ട, നവ്യ തിരിച്ചു വന്നിട്ടുണ്ട്. ചേച്ചി തിരിച്ചു വന്നു, എൻ്റെ ദൈവമേ ആശ്വാസമായമ്മേ. പക്ഷേ അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്നലത്തെ സ്വഭാവം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇന്നത്തെ സ്വഭാവം. ഭയങ്കര കലിപ്പിലാണ് നവ്യ. പക്ഷേ അമ്മയെ സൂക്ഷിക്കണോട്ടോ അമ്മേ, അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളുണ്ടാക്കും. ശരി മോളെ ഞാൻ സൂക്ഷിച്ചോളാം, മോള് സങ്കടപ്പെടേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ നയന ആദർശിനോട് പറയാണ്, ആദർശേട്ടാ നവ്യേച്ചി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മോ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ചേച്ചി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇനി അഭിക്ക് നേരെ വിളിച്ചു കൊണ്ടുപോ, അഭിക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ എനിക്ക് പേടിയാണ് ആദർശേട്ടാ. ഇനി അതിനെക്കുറിച്ചൊന്നും പേടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഏതായാലും നവ്യ വന്നല്ലോ, അത് തന്നെ ആശ്വാസമായി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ കോൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ് നമ്മുടെ ആദർശ്. അതിനുശേഷം നയന ചോദിക്കണം ആരാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ആ ഒരു കിരണ്ട കൂട്ടുകാരനില്ലേ CCTV നോക്കണേ, അയാളെ വിളിച്ചിട്ട് ഇപ്പോൾ പറയുക ഡേവിഡ് ഏതാ എക്സിനോട് സംസാരിക്കുന്നുണ്ടെന്ന്. ഞാൻ ഏതായാലും മാളവിക ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് മാളവികയെ വിളിക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.